ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത AAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് സമയം കളയാതെ ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു IMF. IMF ഇന്ത്യയുടെ നാഷണൽ അക്കൗണ്ട് സ്റ്റാറ്റിസ്റ്റിക്സുകളെ ഇപ്പോ GDP ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ മെഷർമെന്റുകളായി കഴിഞ്ഞാലും ഇങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകളെ ഇവര് റേറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് പണ്ട് എക്സാമിനേഷൻ കഴിയുമ്പോൾ ഗ്രേഡ് കാർഡ് കിട്ടും അല്ലെങ്കിൽ സ്കോർ കാർഡ് കിട്ടും. അതില് ഇന്ത്യയുടെ നാഷണൽ അക്കൗണ്ടിംഗ് ടൂൾസുകൾ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസുകൾക്ക് IMF കൊടുത്തിരിക്കുന്ന ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C ഗ്രേഡ് ആണ്. ഓക്കെ, സോ ഇങ്ങനെ ഒരു ന്യൂസ് വരുമ്പോൾ നമ്മൾ ആദ്യം സ്റ്റാറ്റിക് പാർട്ടുകളിലേക്ക് പോകും. സ്റ്റാറ്റിസ്റ്റിക്കൽ പാർട്ടിലല്ല, സ്റ്റാറ്റിക് പാർട്ടുകളിലേക്ക് പോകും UPSCയുടെ. എന്നിട്ട് എന്താണ് പ്രശ്നം എന്ന് നമ്മൾ വീണ്ടും ഒന്ന് ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, സോ എന്താണ് IMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, IMFന്റെ ഉത്ഭവം, IMFന്റെ ഹിസ്റ്ററി, ഇതെല്ലാം എനിക്കൊന്ന് റീകോൾ ചെയ്യാനായിട്ട് പറ്റുമോ? സോ IMF ആദ്യമായിട്ട് രൂപപ്പെടുന്നത് 1944-45 കാലഘട്ടങ്ങളിലാണ്. 45-ലാണ് ദ ബ്രിട്ടൻ വുഡ് ട്വിൻസ് എന്നറിയപ്പെടുന്ന രണ്ട് സംഘടനകളാണ് ലോകത്തിലുള്ളത്. ഒന്ന് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും രണ്ട് ദ വേൾഡ് ബാങ്കുമാണ്. ഓക്കെ, സോ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഗ്ലോബൽ എക്കോണമിക് സ്റ്റെബിലിറ്റി. കാരണം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഡിപ്രഷനിലേക്കൊന്നും ലോകം പോകരുത്. എന്താണ്, ഒരു എക്കോണമിക്കൽ സ്റ്റെബിലിറ്റി വേണം, ദെൻ ഒരു ഇന്റഗ്രേഷൻ വേണം എന്നുള്ളൊരു നിലയ്ക്കാണ് ബ്രിട്ടൻ വുഡ് കോൺഫറൻസിൽ വെച്ചിട്ട് രണ്ട് ആഗോള എക്കോണമിക് സംഘടനകൾ, സാമ്പത്തിക സംഘടനകൾ രൂപപ്പെടുന്നത്. ഈ രണ്ട് സംഘടനകളാണ് ഒന്ന് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും ദ വേൾഡ് ബാങ്കും. ഓക്കെ, അവർ രണ്ടുപേരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദ ബ്രിട്ടൻ വുഡ് ട്വിൻസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, സോ ഇവരെന്താ പെർട്ടിക്കുലർലി ചെയ്യാം? നമുക്കിപ്പോ സെൻട്രൽ ബാങ്ക് ഉണ്ട്, അല്ലെങ്കിൽ ഫെഡറൽ റിസർവ് ഉണ്ട്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഉണ്ട്. ഇവരെന്താ ചെയ്യാം? ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവരും ചെയ്യുക. പക്ഷേ whenever the crisis occurs, whenever there is an economic crisis occurs, the IMF step in. ഓക്കെ, നോർമൽ ആയിട്ടുള്ള ബാങ്കുകളല്ല ഇവര്. പകരം ഒരു ക്രൈസിസ് ഒരു രാജ്യത്തിന് ഉണ്ടാകുമ്പോൾ, ഒരു സോവറിൻ എൻറ്റിറ്റിക്ക് ക്രൈസിസുകൾ ഉണ്ടാകുമ്പോൾ അവിടെ സ്റ്റെപ്പ് ഇൻ ചെയ്യുക, അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് IMFന്റെ പ്രത്യേകത. സോ ഡിഫറെന്റ് ലെവൽസുകളിൽ ഇവര് ലോൺസുകൾ പുറപ്പെടുവിക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ള ഫണ്ടുകൾ അവർ പുറപ്പെടുവിക്കും. സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റുകൾ എന്ന് പറയും, SDRs എന്ന് പറയും. അങ്ങനെ ഡിഫറെന്റ് ലെവലുകളിൽ ഇവരുടെ പണങ്ങൾ കൊടുക്കും. അങ്ങനെ ഇന്ത്യ എപ്പോഴെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് പണങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? സ്വീകരിച്ചിട്ടുണ്ട്. എപ്പോഴാണ്? 1991 കാലഘട്ടങ്ങളിലേക്ക് ഇന്ത്യൻ എക്കോണമി ഒരു ക്രൈസിസിലേക്ക് നീങ്ങുന്ന സമയത്ത് ന്യൂ എക്കോണമിക് പോളിസീസ് നമ്മൾ ബിൽഡ് ചെയ്തിരുന്ന സമയത്ത്, ആ സമയത്ത് എന്ത് ചെയ്തു? IMF അവിടെ സ്റ്റെപ്പ് ഇൻ ചെയ്തു. റീസെന്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എവിടെയാണ്? ശ്രീലങ്കയില് 2020 അവിടെ ഒരു ഹ്യൂജ് എക്കണോമിക് ക്രൈസിസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റുകൾ പ്രഖ്യാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് ത്രൂ നമ്മുടെ IMF അവിടെ സ്റ്റെപ്പ് ഇൻ ചെയ്തു. ഇന്ത്യയും അവർക്ക് പണം കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ IMFും അവിടെ സ്റ്റെപ്പ് ഇൻ ചെയ്തു. സോ IMF മറ്റു ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ലോ എക്കോണമിക് ഇൻകം കൺട്രീസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുക, ഹെൽത്തിന് വേണ്ടിയിട്ട് ലോൺ കൊടുക്കുക, അങ്ങനെ ഡിഫറെന്റ് കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു കാര്യം തന്നെയായിരുന്നു ഈ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവര് ഓരോ കൺട്രീസിന്റെയും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകൾ എടുത്തുകൊണ്ട് ഇവർ ഓരോ റിപ്പോർട്ടുകൾ, പഠനങ്ങൾ നടത്തും. സോ അതില് ഇന്ത്യയെ ഗ്രേഡ് ചെയ്തിരിക്കുന്നത് C ഗ്രേഡ് ആയിട്ടാണ്. ഓക്കെ, A, B, C ഗ്രേഡിൽ C ഗ്രേഡ് ആയിട്ടാണ് ഓവറോൾ ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ത്യ പെർഫോം ചെയ്തിരിക്കുന്നത് ഓവറോൾ B എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്കാണ്. ദെൻ അപ്പൊ C ഗ്രേഡ് എന്ന് പറയുമ്പോൾ A ഗ്രേഡിലേക്ക് എത്താനായിട്ട്, നമ്മളൊരു കോമ്പറ്റീഷൻ മൈൻഡിലേക്ക് എത്തുമ്പോൾ A ഗ്രേഡിലേക്ക് എത്താനായിട്ട് ഇനി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്, ഇല്ലേ? എന്തൊക്കെയാണ് നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസുകൾക്കുള്ള, അല്ലെങ്കിൽ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ, GVA കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ, ദെൻ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ, ഇതിലെല്ലാമുള്ള പ്രശ്നം. ഈ പ്രശ്നങ്ങൾ എപ്പോഴെങ്കിലും നമ്മളുടെ കറണ്ട് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. രംഗരാജൻ സാറിന്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീക്കിലോ അതിന് മുന്നത്തെ വീക്കിലോ, ഇൻഫ്ലേഷനെ സംബന്ധിച്ചിട്ട്, ഇൻഫ്ലേഷൻ മെഷർമെന്റുമായി ബന്ധപ്പെട്ടിട്ട്, റേറ്റുകൾ നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട്
ഏത് മെഷർമെന്റ് എടുക്കണം എന്നുള്ളൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, സോ നമ്മുടെ CPI കാൽക്കുലേഷൻ ആണെങ്കിലും നമ്മളുടെ GDP കാൽക്കുലേഷനുകൾ ആണെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണ് പ്രശ്നം? ഒന്നാമത്തെ പ്രശ്നം ഈസ് റിലേറ്റഡ് ടു ബേസ് ഇയർ. എന്താണ് ബേസ് ഇയറിനെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നം? നമ്മളുടെ ബേസ് ഇയർ എപ്പോഴാണ് ഇൻഫ്ലേഷൻ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ടിട്ട് 2012 11-12 എന്താണ് ഫിനാൻഷ്യൽ ഇയർ ആണ് നമ്മളുടെ ബേസ് ഇയർ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ 2011-12 കഴിഞ്ഞിട്ട് എത്ര വർഷം കഴിഞ്ഞിരിക്കുന്നു? 10 വർഷം കഴിഞ്ഞു, പിന്നെ ഒരു 3 വർഷം കൂടി കഴിഞ്ഞു. അപ്പൊ 13 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, സോ നമ്മൾ ബേസ് ഇയർ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ബേസ് ഇയർ എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക? ബേസ് ഇയർ സെലക്ട് ചെയ്യുന്നത് വലിയ ഫ്ലക്ച്വേഷനുകൾ ഒന്നും ഇല്ലാത്ത ഒരു വർഷത്തെ ബേസ് ഇയർ ആയിട്ട് എടുക്കും. ഒരു നോർമൽ ഇയർ, ഫോർ എക്സാമ്പിൾ, വലിയ എക്കോണമിക് ഡൗൺ ട്രെൻഡ്സുകൾ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ വലിയ അബ്ബൂമുകളൊന്നും കാണിക്കുന്നില്ല, വലിയ എക്കണോമിക് ക്രൈസിസുകൾ ഇല്ല, വലിയ നാച്ചുറൽ കലാമിറ്റീസ് ഇല്ല. അങ്ങനെ ഒരു വർഷത്തെയാണ് നമ്മൾ ബേസ് ഇയർ ആയിട്ട് എടുക്കുക. സോ നമ്മൾ ബേസ് ഇയർ ആയിട്ട് എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്ന ഒരു വർഷം എന്ന് പറഞ്ഞാൽ 2018-19 ആയിരുന്നു. ഓക്കെ, സോ 2011-12 മാറ്റം വരുത്തിയിട്ട് നമ്മൾ ബേസ് ഇയർ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എന്താണ് 2018-19 ആയിരുന്നു ബേസ് ഇയർ ആയിട്ട് എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് എന്ത് പറ്റി? ആ സമയത്ത് പെട്ടെന്നൊരു കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടു. COVID-19 പാൻഡമിക് ഇന്ത്യയിൽ വന്നു. സോ ആ സമയത്ത് എന്ത് സംഭവിച്ചു? എക്കോണമിക് ഡൗൺ ട്രെൻഡ് കാണിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 2011-12 കാലഘട്ടത്തിലേക്ക് തന്നെ നമ്മളുടെ ബേസ് ഇയറിനെ ലിമിറ്റ് ചെയ്തു. ദെൻ നമ്മൾ ഇനിയിപ്പോ 2026 ആകുമ്പോഴേക്കും നമ്മൾ പുതിയൊരു ബേസ് ഇയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്ന് പറയപ്പെടുന്നുണ്ട്. സോ അക്കാരണങ്ങൾ കൊണ്ട് ഇപ്പൊ 2011-12 ബേസ് ഇയർ ആക്കി എടുക്കുമ്പോൾ നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഔട്ട്കംസിലും ചില പ്രശ്നങ്ങൾ വരും. അതാണ് ഒന്നാമത്തെ പ്രോബ്ലം. ഓക്കെ, സോ അതാണ് ഒന്നാമത്തെ പ്രോബ്ലം. രണ്ടാമത്തെ പ്രോബ്ലം ഈസ് റിലേറ്റഡ് ടു എന്താണ്? നമ്മളുടെ ഈ GVA കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടൂൾസുകളിലുള്ള, മാത്തമാറ്റിക്കൽ ടൂൾസുകളിലുള്ള, സ്റ്റാറ്റിസ്റ്റിക്കൽ കോമ്പൗണ്ടുകളിലുള്ള ചില പ്രോബ്ലംസ് കൂടിയിട്ട് IMF ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ബേസ് ഇയർ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ രംഗരാജൻ സാർ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇൻഫ്ലേഷൻ എന്താണ് ഐഡന്റിഫിക്കേഷനിൽ നമ്മൾക്ക് ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലമാണ്. എന്താണ്? CPI ആണോ WPI ആണോ നമ്മൾ നോക്കേണ്ടതെന്നുള്ളത്. സോ അവിടെ അദ്ദേഹം പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. എന്താണ്? CPI ആണ് നമ്മൾ നോക്കേണ്ടത്. കാരണം സാധാരണ ജനങ്ങളുടെ കാര്യങ്ങൾ എടുക്കുമ്പോൾ WPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വോൾസൈൽ പ്രൈസ് ഇൻഡെക്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. സോ ഫുഡിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞുകൊണ്ട്, ഫുഡിനെ നമ്മൾ ബേസ് ചെയ്തുകൊണ്ട് നമ്മളുടെ റേറ്റുകൾ നമ്മൾ പ്രഖ്യാപിക്കണം. സോ ഈ ഗ്രേഡ് C എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും താഴത്തെ തട്ടിലേക്ക് പോയി എന്ന് നമ്മൾ വിചാരിക്കേണ്ട. ഓവറോൾ ഇതിന്റെ പെർഫോമൻസ് നമ്മളുടെ ഇന്നർ ആർട്ടിക്കിളിൽ എന്താണ് 12ാമത്തെ പേജിലോ 13ാമത്തെ പേജിലുള്ള ഡിസ്കഷനിൽ കണ്ടിന്യൂഡ് ഓൺ 12th പേജിലുള്ള ഡിസ്കഷനിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്താണ്? ഓവറോൾ പെർഫോമൻസ് എല്ലാ സെക്ടറുകളിലും B ആണ്, ടോട്ടൽ കൂട്ടിയെടുക്കുമ്പോൾ സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. Then we can move to next discussion. Next discussion is related to special intensive revisionുമായി ബന്ധപ്പെട്ട് SIR enumeration process of putting the onus on residents for eligibility is flawed എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ബർഡൻ ഓഫ് പ്രൂഫ് എന്താണ്? നമ്മളെല്ലാവരും ഈ SIR enumeration ഫോംസ് ഫില്ല് ചെയ്ത് കൊടുത്ത ആളുകളാണ്. ഞാൻ പെർട്ടിക്കുലർലി എനിക്ക് ഈ ആർട്ടിക്കിൾ കുറച്ചും കൂടി പേഴ്സണൽ ആണ്. കാരണം എന്താ? ഞാൻ കറന്റ് വർക്ക് ചെയ്യുന്നത് ഈ SIRന്റെ പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ട് ഡിസ്ട്രിക്ട് ഓഫീസിലാണ്. ഓക്കെ, സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനായിട്ട് ഞാൻ ഡെയിലി ബേസിസിൽ ഈ SIR ഫോമുകൾ കാണുകയും SIR ഫോമിന്റെ ടോട്ടൽ ഡാറ്റാസ് കളക്ട് ചെയ്യുകയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സോ എനിക്ക് ഇതിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് അറിയാം. സോ ഇന്നലത്തെ ന്യൂസ് എന്തായിരുന്നു? നമ്മളുടെ മിനിയാന്നത്തെ ന്യൂസിലെ ഫസ്റ്റ് പേജിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഗോവ ഡിജിറ്റലൈസേഷൻ പ്രോസസ്സിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നു, കേരള ലാഗ്സ്. ഡൽഹി എഡിഷനിൽ പോലും ഫസ്റ്റ് പേജിൽ വന്നിരുന്ന ഒരു കാര്യമാണ് കേരള ലാഗ്സ്. ഇന്നലത്തെ ന്യൂസിൽ എന്തായിരുന്നു SIRുമായി ബന്ധപ്പെട്ടൊരു ന്യൂസ് ഉണ്ടായിരുന്നത്? എംപ്ലോയ്മെന്റ്, അതായത് നമ്മളുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിരിക്കുകയാണ്. ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്താണ്? എല്ലാ ആളുകളും കൃത്യമായിട്ട് ഫോമുകൾ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ BLO മാർക്ക് വലിയ പ്രഷറുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ എംപ്ലോയ്മെന്റ് ക്രൈസിസുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആര് കോടതിയിൽ കൊടുത്തു? നമ്മളുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കോടതിയിൽ കൊടുത്തു. എന്നാൽ ഗ്രൗണ്ട് റിയാലിറ്റി നോക്കുകയാണെങ്കിൽ BLOs ആർ സോ സ്ട്രെസ്ഡ്. അവർ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ,
അംഗനവാടി ടീച്ചർമാരായിട്ടുള്ള ഈ BLOമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് അംഗനവാടിയിലെ കാര്യം നോക്കണം. ദെൻ അതിനുശേഷം ഈ SIRന്റെ എന്യൂമറേഷൻ ഫോംസ് കൊടുക്കണം. SIRന്റെ എന്യൂമറേഷൻ ഫോംസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ആളുകൾ ഉണ്ടാവില്ല. ഇപ്പോ എറണാകുളം ബേസ് ചെയ്ത് നമ്മൾ കണ്ട ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവര് അവരെ സ്ഥിരമായിട്ട് അവിടെ താമസിക്കുന്നവരില്ല. ഇവരെല്ലാവരെയും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരുപാട് സമയം പോവുകയാണ്. ദെൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ എലക്ഷൻ പ്രൂഫ്, അതായത് നിങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ട് എന്ന് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ തെളിയിക്കേണ്ടത് അത് ആരുടെ ബർഡൻ ആയിട്ട് മാറി? അത് സിറ്റിസണിന്റെ ബർഡൻ ആയിട്ട് മാറി. നിങ്ങൾ വേണമെങ്കിൽ 2002 ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ വോട്ടുണ്ട്. അല്ലാണ്ട് അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമല്ല എന്നൊരു രീതിയിലേക്ക് നമ്മളുടെ SIR പ്രോസസ്സ് കൊണ്ടുവന്നെത്തിച്ചു എന്നാണ് ഹിന്ദു ഇതിനെ ക്രിറ്റിക്കലി അനലൈസ് ചെയ്യുന്നത്. അങ്ങനെയാണോ? സോ SIR പ്രോസസ്സ് പുതുക്കിയ വോട്ടർ ലിസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് പ്രഖ്യാപിക്കാനായിട്ടുള്ള ഒരു ഫോർമാറ്റ് ആണ്. സോ അതിന്റെ ബർഡൻ ആരിലേക്ക് ഷിഫ്റ്റ് ചെയ്തു? സ്റ്റേറ്റിൽ നിന്ന് ആരിലേക്ക് ഷിഫ്റ്റ് ചെയ്തു? നമ്മളുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക്, സിറ്റിസണിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്തു. സിറ്റിസൺ നിങ്ങളുടെ പ്രൂഫ് തെളിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ട്. അല്ലാണ്ട് അതൊരു സ്റ്റേറ്റിന്റെ ബർഡൻ ആയിട്ടല്ല. സോ ദ ബർഡൻ ഈസ് ഷിഫ്റ്റിംഗ് ഫ്രം ദ സ്റ്റേറ്റ്. ഒരു രാഷ്ട്രത്തിൽ നിന്ന്, ഒരു രാജ്യത്തിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിന്ന് അത് സിറ്റിസൺസിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് ഹിന്ദു പറയുന്നത്. സോ അതിന് ചില കാരണങ്ങളുണ്ട്. കാരണം ഇത്രയും ആളുകളിലേക്ക് സ്റ്റേറ്റിന് ഒരുമിച്ച് ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, കം ടു ഓപ്പൺ എഡിറ്റോറിയൽ സെഷൻ അവിടെ നിൽക്കട്ടെ. 12th or 13th പേജിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഒരാള് കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. എന്ത് പറഞ്ഞുകൊണ്ട്? ഹൗ ദ BLO ക്യാൻ ഡിറ്റർമൈൻ മൈ വോട്ട്. ഒരു BLOയ്ക്കും ഒരു ടീച്ചേഴ്സിനും എന്റെ വോട്ട് എങ്ങനെ നിർണ്ണയിക്കാനായിട്ട് പറ്റും? ഓക്കെ, സോ ഇതെല്ലാം ഇതിലുള്ള പ്രോബ്ലംസ് ആണ്. ഓക്കെ, സോ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BLOs ആർ സ്ട്രെസ്ഡ് ആണ്. അവർ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. പല BLOമാരും ഉണ്ട് കേട്ടോ, 58-60 വയസ്സായിട്ടും ഞങ്ങൾ ഡെമോക്രസിക്ക് വേണ്ടി നിൽക്കും, ഞങ്ങൾ ഇതെങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യും സാർ എന്ന് പറഞ്ഞിട്ട് നമ്മളോടൊക്കെ വന്ന് സംസാരിക്കുന്ന BLOമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതെല്ലാം കുറച്ചും കൂടി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ഈ ഇലക്ഷൻ പ്രോസസ് ഏറ്റവും ട്രാൻസ്പെറന്റ് ആയിട്ട് നടത്താനായിട്ട് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് BLOമാരാണ്. BLOമാരെ ഇവിടെ കൈയടിക്കാണ്ട് നമുക്ക് പോകാനായിട്ട് പറ്റില്ല. അവരെ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാണ്ട് ഈ ഒരു മാസത്തിൽ നമുക്ക് പോകാനായിട്ട് പറ്റില്ല. കാരണം അവർ അത്രത്തോളം കഷ്ടപ്പെട്ടുകൊണ്ട് ഈ SIRന്റെ പ്രോസസ്സിന് വേണ്ടിയിട്ട് നിലകൊണ്ടിട്ടുള്ളവരാണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നപ്പോൾ അതിലേക്ക് കയറി പോയെന്നുള്ളൂ. സോ നമ്മളുടെ ഡിസ്കഷൻ ഇപ്പോ UPSC സിവിൽ സർവീസിന്റെ ഓറിയന്റേഷനിൽ എന്താണ് ഡിസ്കഷൻ? സോ ഈ ഒരു ട്രാൻസ്ഫർ, അതായത് സ്റ്റേറ്റിന്റെ അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം സിറ്റിസൺസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? സോ അതൊരു തരത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല. കാരണം സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വത്തില് സിറ്റിസൺസിനെ ആഡ് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്, അല്ലാണ്ട് എലിമിനേറ്റ് ചെയ്യേണ്ട ഒരു പ്രോസസ് അല്ല. വീണ്ടും ഞാൻ നിങ്ങളെ ഹിന്ദുവിന്റെ ഒരു ഓപ്പൺ എഡിറ്റോറിയലിലേക്ക്, ബീഹാറിൽ SIR നടന്നപ്പോ കൊണ്ടുപോയ ഒരു ഹിന്ദുവിന്റെ ഒരു ഓപ്പൺ എഡിറ്റോറിയലിലേക്ക് കൊണ്ടുപോവാണ്. ദ ഇലക്ഷൻ കമ്മീഷൻ ഡസന്റ് ഹാവ് ദ അൺഫെറ്റേർഡ് പവർ എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ഓക്കെ, സോ സമയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്യുക. ആ ഒരു ആർട്ടിക്കിൾ കാണാത്തവരാണെങ്കിൽ പാർലമെന്റ് സെക്രട്ടറി എന്തോ എഴുതിയിരുന്ന ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. സോ അതൊന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഹിന്ദുവിന്റെ ആ ആർട്ടിക്കിൾ ഫസ്റ്റ് തന്നെ എടുത്തു വരും. ദ ഇലക്ഷൻ കമ്മീഷൻ ഡസന്റ് ഹാവ് അൺഫെറ്റേർഡ് പവർ. അൺഫെറ്റേർഡ് പവർ ഒന്നുമില്ല ഇലക്ഷൻ കമ്മീഷന്റെ കാര്യത്തിൽ. ഇലക്ഷൻ കമ്മീഷൻ എലിമിനേറ്റ് ചെയ്യേണ്ട ഒരു ഇലക്ഷൻ കമ്മീഷൻ അല്ല, പകരം ആഡ് ചെയ്യേണ്ട ഒരു ഇലക്ഷൻ കമ്മീഷനാണ്. ട്രാൻസ്പെറൻസിയിലൂടെ ആഡ് ചെയ്യേണ്ട ഒരു ഇലക്ഷൻ കമ്മീഷനാണ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ആയിരുന്നു അത്. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. സോ ആ ഒരു ആർട്ടിക്കിൾ നിങ്ങൾ ഒന്ന് നോക്കി പോവുക. സോ ഇവിടെ എന്താണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇവിടെ ബർഡൻ ഓഫ് പ്രൂഫ് ആണ്. അതായത് പ്രൂഫ് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റിൽ നിന്ന് സിറ്റിസൺസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ. അത് ഒരു ഡെമോക്രസിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബർഡൻ നല്ലതല്ല. കാരണം സിറ്റിസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ലിറ്ററേറ്റ് ആകണം എന്നില്ല, എല്ലാവരും ഇത് ചെയ്യാൻ താല്പര്യരാകണം എന്നില്ല. ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ഞങ്ങൾക്ക് വേണ്ട SIR ഫോം, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. സോ ഇവരെല്ലാം എലിമിനേറ്റ് ആയി പോകപ്പെടുകയാണ് ഒരു
പ്രോസസ്സിൽ നിന്ന് എലിമിനേറ്റ് ആയി പോകപ്പെടുകയാണ്. സോ ഇവരെ എല്ലാം അകത്തേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം സിറ്റിസൺസിനല്ല, അവർക്കല്ല, പകരം സ്റ്റേറ്റിനാണ് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിസ്കഷൻ ഈ കുറച്ച് നാളുകളായിട്ട് എയറിലുള്ള ഒരു ഡിസ്കഷൻ ആണ്, കുറച്ച് ആഴ്ചകളായിട്ട് എയറിലുള്ള ഒരു ഡിസ്കഷൻ ആണ്. ഞാൻ പെർട്ടിക്കുലർലി എടുക്കാതിരുന്ന ഒരു ഡിസ്കഷൻ ആയിരുന്നു. ഓക്കെ, സോ ഇന്ന് ഓപ്പൺ എഡിറ്റോറിയലില് ഈ ഒരു ഡിസ്കഷൻ സാമുവൽ കമലേസൻ എന്ന് പറയുന്ന ഒരു ആർമി ഓഫീസറിന്റെ, ഒരു ലെഫ്റ്റനന്റ് ഒരു കേസുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു ഡിസ്കഷൻ. ആരാണ് ഈ സാമുവൽ കമലേഷൻ? സാമുവൽ കമലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ സോൾജിയർ ആണ്, ഒരു ഇന്ത്യൻ സോൾജിയർ എന്നാണ് നമ്മൾ നോർമലി പറയാറുള്ളത്. പക്ഷേ ഇദ്ദേഹം ഒരു ക്രിസ്ത്യൻ ഓഫീസറാണ്. ബൈ ബർത്ത് ഹി ഈസ് എ ക്രിസ്ത്യൻ. ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അതായത് നോർമൽ ഒരു ആർമി റെജിമെന്റിനും പല റിച്വൽസും ഉണ്ടാകാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇവർക്ക് ഒരു വാർ ക്രൈ ഉണ്ടാകും, ഇവർക്ക് പല റിച്വൽസ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, മദ്രാസ് റെജിമെന്റിന്റെ വാർ ക്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ ട്രിവാൻഡ്രം സോൾജിയേഴ്സിന്റെ വാർ ക്രൈ ആയിരുന്നു. എന്താണ്? വീര മദ്രാസി, അടികൊല്ല് അടികൊല്ല്. സോ വെനെവർ ദേ എന്താണ് അവരൊരു പരേഡ് ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോൾ അവരുടെ വാർ ക്രൈ ചൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെല്ലുന്ന ഒരു കാര്യം എന്താണ്? വീര മദ്രാസി, അടികൊല്ല് അടികൊല്ല് എന്നായിരിക്കും. ഓക്കെ, അതുപോലെ ഓരോ റെജിമെന്റ്സിനും, ഇപ്പോൾ രാജ്പുത്ത് റെജിമെന്റ്സ് അല്ലെങ്കിൽ ഗൂർഖ റെജിമെന്റ്സ്, ഇങ്ങനെ ഓരോ റെജിമെന്റ്സിനും, സിഖ് റെജിമെന്റ്, ഇങ്ങനെ ഓരോ റെജിമെന്റിനും അവരുടേതായിട്ടുള്ള റിച്വൽസുകളും വാർ ക്രൈസുകളും പല കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, സോ ഗൂർഖ റെജിമെന്റ് എന്ന് പറയുമ്പോൾ ഗൂർഖ ആളുകൾ മാത്രമാണ് അതിലുള്ളത്? അല്ല, പല റിലീജിയനിൽ നിന്നുള്ള, പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാവും. സോ മദ്രാസ് റെജിമെന്റിൽ ചിലപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും, സിഖുകാരുണ്ടാവും, ഹിന്ദുക്കൾ ഉണ്ടാകും, ക്രിസ്ത്യാനികൾ ഉണ്ടാകും, മുസൽമാൻസ് ഉണ്ടാകും. സോ അങ്ങനെ ഒരു യൂണിറ്റി ഓരോ റെജിമെന്റ്സുകൾക്കും ഉണ്ട്. സാമുവൽ കമലേഷന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാമുവൽ കമലേഷൻ നമ്മളുടെ സിഖ് റെജിമെന്റിന്റെ ഭാഗമായിരുന്നു. ഓക്കെ, സോ സിഖ് റെജിമെന്റിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം സിഖ് റിച്വൽസുകൾ എന്താണ് നടത്തിക്കൊണ്ടുവന്നിരുന്ന ഒരു ലെഫ്റ്റനന്റ് ഓഫീസർ ആയിരുന്നു. ഇദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും, അതായത് വാർ ക്രൈകൾ ചൊല്ലുമായിരുന്നു, അവരുടെ എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കുമായിരുന്നു. പക്ഷെ ഇദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഞാൻ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കാം, പക്ഷേ നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൂജകൾ ഉണ്ടല്ലോ, അതായത് പൂജകൾ നടത്തുന്ന സമയത്ത് ഞാൻ അതിൽ നിന്ന് വിട്ടു നിന്നോട്ടെ എന്ന് അദ്ദേഹം ചോദിച്ചു, ഈ സാമുവൽ കമലേഷൻ. കാരണം ഞാനൊരു പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യുന്ന ഒരാളാണ്, ഞാൻ മോണോതീസത്തെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് മറ്റ് ആരാധനയുടെ ഭാഗങ്ങൾ വരുമ്പോൾ അതിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധ്യമല്ല, എനിക്ക് ചെറിയ വിഷമങ്ങളുണ്ട്. അതുകൊണ്ട് ബാക്കിയെല്ലാം ഞാൻ ഫോളോ ചെയ്തു കൊള്ളാം. നിങ്ങളുടെ സിഖ് ഡ്രസ്സുകളിൽ ഞാൻ നിങ്ങളുടെ എന്താണ്, അതായത് ടർബൻ ധരിച്ചുകൊണ്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ പരിപാടികളിൽ പങ്കെടുത്തുകൊള്ളാം, അതിൽ കുഴപ്പമില്ല. ബാക്കി എല്ലാ പരിപാടികളിലും ഞാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊള്ളാം. പക്ഷേ ഈ റിച്വൽസിന്റെ ഏറ്റവും പ്യുവറസ്റ്റ് ഫോം ആയിട്ടുള്ള റിച്വൽസിന്റെ സാങ്ച്വറിയിലേക്ക് കയറുമ്പോ ഞാൻ അതിൽ നിന്നൊന്ന് വിട്ടു നിന്നോട്ടെ എന്ന് സാമുവൽ കമലേഷൻ ചോദിച്ചു. സോ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർട്ടിക്കിൾ 25 ഓഫ് സാമുവൽ കമലേഷൻ എന്താണ്? അദ്ദേഹത്തിന്റെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ വെർസസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ്. എന്താണ്? ഇദ്ദേഹം ഒരു ആർമിയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ്, ഇദ്ദേഹം ഒരു സേനയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ്, അവിടെ കീപ്പ് ചെയ്യേണ്ട ഡിസിപ്ലിൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തമ്മിൽ ഒരു ഡൈലമ വന്നു. സോ അവിടെ ഇദ്ദേഹം കേസിന് പോവുകയും കോടതി ഇദ്ദേഹം സസ്പെൻഡ് ചെയ്തു. ഇങ്ങനെ ഒരു ആർമിയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് അദ്ദേഹം എന്താണ് ലീഡ് ബൈ എക്സാമ്പിൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. ഇതാണ് കേസിന്റെ ആകെ തുക എന്ന് പറയുന്നത്. ഓക്കെ ആയോ? സോ ഇവിടെ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? ആസ് എ UPSC ആസ്പിറന്റ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? സോ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോയി. UPSCയുടെ നമ്മളുടെ ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ട് നമ്മൾ ആർട്ടിക്കിൾ 25 ആർട്ടിക്കിൾ 33 തുലനം ചെയ്യും. സോ വാട്ട് ഈസ് ആർട്ടിക്കിൾ 33? Article 33 of the Indian Constitution limits the powers of military പൊസിഷനുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ഫണ്ടമെന്റൽ റൈറ്റുകളെ ലിമിറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 33. ആർമി ഓഫീസേഴ്സ്, ഇന്റലിജൻസ് ഓഫീസേഴ്സ്, അതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും എന്താണ് റൈറ്റുകൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് conferred by this part shall in their application to. So
ആർട്ടിക്കിൾ 13 ആർട്ടിക്കിൾ 13 അല്ലല്ലോ, എന്താണ് പാർട്ട് 3മായി ബന്ധപ്പെട്ടിട്ട് ദിസ് പാർട്ട്, ഈ ഭാഗത്തിലുള്ള ഫണ്ടമെന്റൽ റൈറ്റിലുള്ള സാധനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ലിമിറ്റ് ചെയ്യുകയാണ് ആർട്ടിക്കിൾ 33. അത് ലിമിറ്റ് ചെയ്യാനായിട്ട് പാർലമെന്റിന് നിയമം പാസ്സാക്കാം. ആ നിയമം വാലിഡ് ആണ് എന്ന് പറയുന്നത്. സോ ആർട്ടിക്കിൾ 33മായി ബന്ധപ്പെട്ട് നിയമങ്ങൾ പാസ്സാക്കാനായിട്ടുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റ് മേ ബൈ ലോ, പാർലമെന്റിന് നിയമങ്ങൾ പാസ്സാക്കാം. സോ അതൊരിക്കലും, ഫോർ എക്സാമ്പിൾ ആർമി ഓഫീസേഴ്സ് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന ഡിസിപ്ലിൻസുകൾ ചെയ്യണം, അതൊരിക്കലും ഫണ്ടമെന്റൽ റൈറ്റ്സിനെ എലിമിനേറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ലംഘിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് കോടതിയിൽ പോകാൻ പറ്റില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 33. സോ ഈ ആർട്ടിക്കിൾ 33 പ്രകാരമാണ് ഇദ്ദേഹത്തിനോട് എന്ത് പറഞ്ഞത്? മക്കളെ കമലേശ, നീ വീട്ടിൽ പോയിരുന്നുള്ളൂ. എന്താണ്? നിന്റെ ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആർമിയിൽ എടുക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താ? ആർമി യൂണിറ്റിയുടെ ഒരു കേന്ദ്രമാണ്. ആർമി ഏറ്റവും യൂണിഫോമഡ് ആയിട്ടുള്ള ആളുകൾ നിൽക്കുന്ന ഒരു കേന്ദ്രമാണ്. അവിടെ നിന്റെ പേഴ്സണൽ റൈറ്റ്സിനേക്കാൾ വലുതാണ് ആർട്ടിക്കിൾ 33, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഈ കേസ് എലിമിനേറ്റ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, ഇവിടെ കോടതി പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ലെഫ്റ്റനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡറാണ്, അവിടുത്തെ ആ ഒരു സ്ക്വാഡ്രന്റെ ലീഡറാണ്. ഇദ്ദേഹം ലീഡ് ബൈ എക്സാമ്പിൾ ആണ്. ഇദ്ദേഹം അതിൽ നിന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ മാറാനായിട്ടുള്ള തുറ കാണിക്കും. ഓക്കെ, സോ ആ ഒരു കാര്യം ആർട്ടിക്കിൾ 33നെ ഇവിടെ കോട്ട് ചെയ്യണം. ഓക്കെ, പലരും ഈ ഡിസ്കഷനിൽ ഡിസ്കസ് ചെയ്യപ്പെടാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഈ സാമുവൽ കമലേഷന്റെ അഡ്വക്കേറ്റ് കോടതിയിൽ ചെന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. കോടതി, നിങ്ങൾ എന്ത് ചെയ്യണം? പ്രപ്പോർഷണാലിറ്റി പ്രിൻസിപ്പിൾസ് ഇവിടെ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ന്യൂസ് കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ 2 വേർഡുകൾ കേട്ടിട്ടുണ്ടാവും. ഒന്ന് ഓഫ്കോഴ്സ് ആർട്ടിക്കിൾ 33, അതെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഓക്കെ, UPSC പഠിക്കുന്ന എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ ചിലർ മാത്രമേ ഈ പ്രപ്പോർഷണാലിറ്റി പ്രിൻസിപ്പിൾസ് കേട്ടിട്ടുള്ളൂ. സോ ദെൻ വാട്ട് ഈസ് പ്രപ്പോർഷണാലിറ്റി പ്രിൻസിപ്പിൾസ്? പ്രപ്പോർഷണാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോ പ്രിൻസിപ്പിൾ ആണ്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഡോക്ട്രൈൻ ഓഫ് എസെൻഷ്യൽ പ്രാക്ടീസസ്, നമ്മളൊരു നിയമം, കോടതികള് ഒരു ജഡ്ജ്മെന്റ് എത്തുന്നതിന് മുൻപ് അവര് യൂസ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് ഈ പ്രപ്പോർഷണാലിറ്റി പ്രിൻസിപ്പിൾ. പ്രപ്പോർഷണാലിറ്റി പ്രിൻസിപ്പിൾ, ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രപ്പോർഷണാലിറ്റി റിക്വയർസ് ദാറ്റ് എനി ആക്ഷൻ ടേക്ക് ബൈ ദ സ്റ്റേറ്റ് ദാറ്റ് റെസ്ട്രിക്ട്സ് എ ഫണ്ടമെന്റൽ റൈറ്റ് മസ്റ്റ് ബി. ഒരു ഫണ്ടമെന്റൽ റൈറ്റിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഏതൊരു ആക്ഷനും, സ്റ്റേറ്റിന്റെ ഏതൊരു ആക്ഷനും ലെജിറ്റിമേറ്റ് ആയിരിക്കണം, സ്യൂട്ടബിൾ ആയിരിക്കണം, നെസസറി ആയിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം. സോ ഈ ഒരു കാര്യം പറയുന്ന പ്രിൻസിപ്പിൾ ആണ് ദ പ്രപ്പോർഷണാലിറ്റി പ്രിൻസിപ്പിൾ. സോ പ്രപ്പോർഷണാലിറ്റി ആയിട്ട് കൊണ്ടായിരിക്കണം, അതായത് ആവശ്യമില്ലാണ്ട് സ്റ്റേറ്റ് ഫണ്ടമെന്റൽ റൈറ്റിൽ കയറി ഇടപെടരുത്. പകരം എന്താണ്, അങ്ങനെ ഇടപെടുന്നുണ്ടെങ്കിൽ അത് ലെജിറ്റിമേറ്റ് ആയിരിക്കണം, സ്യൂട്ടബിൾ ആയിരിക്കണം, നെസസറി ആയിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്, എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് പ്രപ്പോർഷണാലിറ്റി പ്രിൻസിപ്പിൾ. സോ ഇവിടെ നമ്മളുടെ സാമുവൽ കമലേഷന്റെ അഡ്വക്കേറ്റ് ചെന്നിട്ട് കോടതിയോട് പറഞ്ഞു, കോടതി, നിങ്ങൾ പ്രപ്പോർഷണാലിറ്റി പ്രിൻസിപ്പിൾസ് ഇവിടെ അപ്ലൈ ചെയ്യണം. കാരണം എന്താ? പ്രപ്പോർഷണാലിറ്റി പ്രിൻസിപ്പിൾ ഫണ്ടമെന്റൽ റൈറ്റിനെ, എന്റെ കക്ഷിയുടെ ഫണ്ടമെന്റൽ റൈറ്റിനെയാണ് ഇവിടെ സബ്ജക്ട് ചെയ്യുന്നത്. സോ കോടതി തിരിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ അഡ്വക്കേറ്റെ, സാമുവൽ കമലേഷന്റെ അഡ്വക്കേറ്റെ, എല്ലാ റിലീജിയസിന്റെ പ്രാക്ടീസുകളും എന്താണ്, പ്രൊട്ടക്ട് ചെയ്തു കൊള്ളണം എന്ന് കോടതിക്ക് അവകാശപ്പെടാനായിട്ട് പറ്റില്ല. സോ എല്ലാ കാര്യങ്ങളും എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസസ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യപ്പെടണം എന്ന് പറയാനായിട്ട് ഞങ്ങൾക്ക് പറ്റില്ല. എല്ലാ റിച്വൽസും പ്രൊട്ടക്ട് ചെയ്യപ്പെടണം എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ആർട്ടിക്കിൾ 33 ആണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് ഫണ്ടമെന്റൽ റൈറ്റിനേക്കാൾ മുകളിൽ നിൽക്കുന്നത് എന്ന് ഏത് സാമുവൽ കമലേഷൻ കേസിൽ കോടതി പറഞ്ഞു വെച്ചു. സോ അതിന്റെ ഒരു ക്രിട്ടിക്കൽ ആയിട്ടാണ് ഇന്നത്തെ ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത്. എന്താണ് ഇന്നത്തെ ആർട്ടിക്കിളിൽ പറയുന്നത്? ഇന്നത്തെ ആർട്ടിക്കിൾ പറയുന്നത് യൂണിറ്റി ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ആർമീസിൽ തന്നെയാണ്. അവരുടെ ഒരു യൂണിറ്റി കാണാനായിട്ട് സാധിക്കും. പക്ഷേ സാമുവൽ കമലേഷൻ കേസിൽ അദ്ദേഹത്തിന്റെ വാദം കൂടിയിട്ട് കേൾക്കാനായിട്ട് കോടതി തയ്യാറാകണമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഒറ്റ നിലപാട് എടുക്കരുത് ആർട്ടിക്കിൾ 33 പകരം എന്താണ്, ഇദ്ദേഹം ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, UK ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സാമ്പിൾ. സോ അവിടെ UK ഒളിമ്പിക്സ് ടീമിൽ പോലും എന്ത്, അവരുടെ റിലീജിയസ് മായി ബന്ധപ്പെട്ടിട്ട് ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ ആർമിയിൽ അങ്ങനെ ചെറിയൊരു ചേഞ്ച്, കാരണം ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം റിച്വൽസുകൾ എന്താണ് അനുസരിക്കില്ല എന്നല്ല,
ഇദ്ദേഹം റിച്വൽസുകൾ ഒന്നും ഫോളോ ചെയ്യില്ല, ഞങ്ങൾ ഇതിനോട് മാത്രം എല്ലാത്തിനോടും എതിർക്കുന്നു എന്നല്ല ഇദ്ദേഹം പറഞ്ഞത് സാമുവൽ കമലേഷൻ. പക്ഷേ ഇദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇദ്ദേഹം പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിച്വൽസ് വരുമ്പോൾ, അതായത് പൂജിക്കുക അല്ലെങ്കിൽ സാങ്ച്വറത്തിലേക്ക് കയറുന്ന ആ ഒരു പൂജ നടക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഞാൻ ഒന്ന് വിട്ടു നിൽക്കുകയാണ്. ബാക്കി എല്ലാ പ്രോസസ്സും ഞാൻ ഈക്വലി ഹോൾഡ് ചെയ്തുകൊള്ളാം. സോ അതിന് രണ്ട് ഡയമെൻഷനുകൾ ഉണ്ട്, രണ്ട് അർത്ഥങ്ങളുണ്ട്. ഒന്ന് ആർട്ടിക്കിൾ 33 ഫോളോ ചെയ്യണം എന്ന് പറയുന്ന അർത്ഥവും, ദെൻ ഇന്നത്തെ ഈ ഓപ്പൺ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്ന ആള് പറയുന്നത് പോലെ അത് കുറച്ചും കൂടി എന്താണ് അഡ്വാൻസ്ഡ് ആയിട്ട് മറ്റൊരു തലത്തിൽ നിന്ന് ചിന്തിക്കേണ്ട ഒരു അർത്ഥം കൂടിയുണ്ട്. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടി, ആ ഒരു പേഴ്സ്പെക്റ്റീവ് കൂടിയിട്ട് നമ്മളൊന്ന് മനസ്സിൽ വെക്കുക. നോർമലി ആർമിയുടെ കേസിലാണെങ്കിൽ ആർമി ഈസ് ദ റൂൾ, അല്ലെങ്കിൽ അവരുടെ ഫണ്ടമെന്റൽ റൈറ്റുകളൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. മനസ്സിലായോ? അത് അറിഞ്ഞുകൊണ്ടാണ് പലരും ആർമിയിലേക്ക് കയറുന്നത്, അല്ലെങ്കിൽ വരണ്ടെന്ന് തന്നെയാണ് അവരുടെ ഉത്തരവാദിത്വം. കാരണം യൂണിറ്റി ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം ആർമിയാണ്. ഓക്കെ, സോ ഇതിൽ എന്ത് നിലപാടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേഴ്സ്പെക്റ്റീവുകളും അനലൈസ് ചെയ്യുക, ഒരു മിഡിൽ പാത്തിലേക്ക് എത്തുക. ഓക്കെ, ദെൻ ഇവിടെ മറ്റൊരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ബിജോയ് ഇമ്മാനുവൽ വെഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസ്, ഫേമസ്ലി നോൺ ആസ് ദ നാഷണൽ ആന്തം കേസ്. ഇതും ഒരു കേരള പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു ബിജോയ് ഇമ്മാനുവൽ എന്ന് പറയുന്ന ഒരാള്. ഏതാണ് കേസിലോ? ബിജോയ് ഇമ്മാനുവൽ വെഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസ്, ഫേമസ്ലി നോൺ ആസ് ദ നാഷണൽ ആന്തം കേസ്. ഈ നാഷണൽ ആന്തം കേസിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ മക്കള്, ബിജോയ് ഇമ്മാനുവലിന്റെ മക്കള് ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവര് നാഷണൽ ആന്തം ചൊല്ലില്ല. അതായത് ഇവര് പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ എന്തോ ആയിരുന്നു. സോ അവര് ഈ മറ്റ് പാട്ടുകളൊന്നും പാടില്ല എന്നുള്ള രീതിയിൽ നാഷണൽ ആന്തം പാടില്ല എന്ന് സ്കൂളിൽ പറഞ്ഞു. ഞങ്ങൾ വേണമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം, ഈ കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ വേണമെങ്കിൽ ഇതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാം, പക്ഷേ ഞങ്ങൾ നാഷണൽ ആന്തം പാടില്ല. അതായത് നാഷണൽ ആന്തം പാടില്ലാത്ത ഒരാള് സ്കൂളിൽ വേണ്ട എന്ന് സ്കൂൾ മാനേജ്മെന്റ് തീരുമാനമെടുത്തു. ഇത് കോടതിയിലേക്ക് പോയി, കോടതി കേസായിട്ട് എന്ത് പറഞ്ഞു? ഇവിടെയും ഒരു ഡയലമ വന്നിരിക്കുകയല്ലേ. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ റൈറ്റും പേഴ്സണൽ റൈറ്റും തമ്മിലൊരു ഡയലമ. ആർട്ടിക്കിൾ 24, 25 ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 25 ബന്ധപ്പെട്ടിട്ടുള്ള റൈറ്റും ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ റൈറ്റും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ കോടതി പറഞ്ഞത് ഈ ബിജോയ് ഇമ്മാനുവലിന്റെ മക്കളുടെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ്. അവർക്ക് അവകാശമുണ്ട് അവരുടെ ഏത് പാട്ട് പാടണമെന്നും ഏത് പാട്ട് പാടാതിരിക്കണമെന്നും പറയാനായിട്ടുള്ള ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന് അവർക്ക് റൈറ്റ് ഉണ്ട്. ദെൻ ആർട്ടിക്കിൾ 25 അവർക്ക് റൈറ്റ് ഉണ്ട്. ഓക്കെ, അവിടെ പറഞ്ഞൊരു കാര്യമാണ്, അതായത് അവര് എന്താണ് നമ്മളുടെ നാഷണൽ ആന്തത്തിനോട് ഡിസ്റെസ്പെക്ട് കാണിക്കുകയല്ല. പകരം അങ്ങനെ കാണിക്കുമായിരുന്നെങ്കിൽ അവർ എഴുന്നേറ്റ് നിൽക്കില്ലായിരുന്നു. അവർ എഴുന്നേറ്റ് നിന്നു, പക്ഷെ അവർക്ക് പാടാൻ പാടില്ല എന്ന് പറഞ്ഞത് അവരുടെ പേഴ്സണൽ റൈറ്റ് ആണ്. അതിനെ നമ്മൾ അംഗീകരിച്ച് കൊടുക്കണമെന്നാണ് ബിജോയ് ഇമ്മാനുവൽ വെഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ഫേമസ്ലി നോൺ ആസ് ദ നാഷണൽ ആന്തം കേസിൽ കോടതി പറഞ്ഞത്. ഓക്കെ, സോ സാമുവൽ കമലേഷൻ കേസും ഈ കേസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇതിൽ ആർട്ടിക്കിൾ 33 സ്റ്റെപ്പ് ഇൻ ചെയ്തിട്ടില്ല. 33 സ്റ്റെപ്പ് ഇൻ ചെയ്യുന്ന കേസിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന് എന്താണ് റിജിഡിറ്റി ആണ് എപ്പോഴും ഉള്ളത് എന്ന കാര്യം മനസ്സിലാക്കുക. കാരണം അവർ ഏറ്റവും കൂടുതൽ ഫണ്ടമെന്റൽ റൈറ്റ്സിനല്ല, അവരുടെ ഒരു യൂണിറ്റിക്കും അവരുടെ ഒരു പെർഫോമൻസിനുമാണ് അവിടെ വാല്യൂസ് കൊടുക്കുന്നത് എന്ന കാര്യം പറയുക. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിളിലേക്ക് പോകാലോ. ഇപ്പൊ ബിജോയ് ഇമ്മാനുവൽ കേസും കറന്റ് ഉള്ള കമലേഷൻ കേസും. സോ കമലേഷൻ കേസൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ GS2 ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷനുകളിൽ ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, സോ റീസെന്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റുകൾ ഇങ്ങനെ ആഡ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, പണ്ട് IR കൊയിലോ വെഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. 2007 കേസുകൾ എടുത്ത് തന്നെ UPSC ചോദിച്ചിട്ടുണ്ടായിരുന്നു മെയിൻസ് എക്സാമിനേഷനിൽ. ഓക്കെ, അപ്പൊ ആ കാര്യം കൂടിയൊക്കെ നിങ്ങളൊന്ന് നോക്കുക. ദെൻ നെക്സ്റ്റ് ആർട്ടിക്കിൾ, അതായത് മുംബൈയിലെ ബാഡ് എയറിന് കാരണം എത്യോപ്യയിലെ വോൾക്കാനിക് ഇറപ്ഷൻ ആണ് എന്ന് പറഞ്ഞ മുംബൈയുടെ ഉദ്യോഗസ്ഥരെ കോടതി എടുത്ത് അലക്കി വിടുന്ന കേസാണ് ഇന്നത്തെ ന്യൂസിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് മുംബൈയിലെ എയർ പൊല്യൂഷന് കാരണം അവിടെ നിന്ന് വന്ന എത്യോപ്യയിൽ നിന്ന് വന്ന ആഷുകളാണ് മുംബൈയുടെ എയർ പൊല്യൂഷന് കാരണം. കോടതി ചോദിച്ചു, ഇതിനു മുന്നും, അതായത് എത്യോപ്യയിൽ വോൾക്കാനിക് ഇറപ്ഷൻ നടക്കുന്നതിന് മുന്നേയും ഇവിടെ പൊല്യൂഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നിങ്ങൾ ഈ പറയുന്നത് എന്താണെന്ന് കോടതി എടുത്തിട്ട് അലക്കുകയാണ് ഇന്നലെ മുംബൈ ഹൈക്കോടതിയിൽ കണ്ടത്. ഓക്കെ, സോ ഇവിടെ UPSC പെർസ്പെക്റ്റീവിൽ എന്താണ് ഇമ്പോർട്ടൻസ്? UPSC പെർസ്പെക്റ്റീവില് ഡാറ്റ ലാക്ക് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് എന്താണ്
കൃത്യമായിട്ട് പൊല്യൂഷന്റെ ഡാറ്റാസ്, നമ്മൾ നോയിസ് പൊല്യൂഷന്റെ ഒരു കേസ് ഒരു ഓപ്പൺ എഡിറ്റോറിയൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് എയർ പൊല്യൂഷനുകൾ എത്രയുണ്ട് അല്ലെങ്കിൽ നോയിസ് പൊല്യൂഷനുകൾ എത്രയുണ്ട് എന്ന് സർക്കാരുകൾക്ക് നിർണ്ണയിക്കാൻ പറ്റാത്ത ഒരു ഡാറ്റ ക്രൈസിസ് പൊല്യൂഷന്റെ കാര്യത്തിൽ ഇന്ത്യയിലുണ്ട്. കൃത്യമായിട്ട് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളില്ല. കൃത്യമായിട്ട് ഡാറ്റാസ് കോർഡിനേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യാനായിട്ട് കൃത്യമായിട്ട് ഇതുണ്ട്, ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ട്, അല്ലെങ്കിൽ പഴയ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ട്. പക്ഷേ പുതിയ ഇൻഫ്രാസ്ട്രക്ചറുകളും പുതിയ കോർഡിനേഷൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകളും ഇന്ത്യയിലില്ല. ആ ഒരു പ്രോബ്ലമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ദെൻ ഇവർക്ക് എന്തെങ്കിലും പറഞ്ഞാൽ മതിയല്ലോ എന്ന് വെച്ചത് കൊണ്ട് ഇവർ എന്ത് പറഞ്ഞു? വോൾക്കാനിക് ഇറപ്ഷൻ കാരണമാണ് ഈ മുംബൈയിൽ ഉണ്ടായിരുന്ന ബാഡ് എയർ ക്വാളിറ്റി എന്നൊരു കാര്യം കൂടി പറഞ്ഞു. ചിലപ്പോൾ ഉണ്ടാവായിരിക്കും കേട്ടോ, മുംബൈയിൽ എയർ ക്വാളിറ്റി ഉണ്ടാവാനായിട്ടുള്ള കാരണങ്ങളൊന്നും ചിലപ്പോൾ ഈ ആഷ് ആയിരിക്കും. പക്ഷേ എല്ലാം എത്യോപ്യയിലെ വോൾക്കാനിക് ഇറപ്ഷനക്ക് വേണ്ടി മാത്രം ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയല്ല. ഓക്കെ, നെക്സ്റ്റ് ഡിസ്കഷൻ, ഇന്തോനേഷ്യ റിലേഷൻസ്. സോ ഇന്ത്യയുടെ 76ാമത് എന്തായിരുന്നു, 76ാമത് റിപ്പബ്ലിക് ദിനത്തിലായിരുന്നു, കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിലായിരുന്നു നമ്മളുടെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? സോ അന്നേ തുടങ്ങി നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമായിരുന്നു ഈ ഇന്ത്യ ഇന്തോനേഷ്യ റിലേഷൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ പലപ്പോഴും 5 ഹെഡ്സിലേക്ക് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. എന്താണ്? പൊളിറ്റിക്കൽ, ദെൻ ഡിഫൻസ്, സ്ട്രാറ്റജിക് ഓർ ഡിഫൻസ് പാർട്ണർഷിപ്പ്, ദെൻ എക്കോണമിക് പാർട്ണർഷിപ്പ്, ദെൻ കൾച്ചറൽ പാർട്ണർഷിപ്പ്, ദെൻ വേറെ എന്ത് പാർട്ണർഷിപ്പ് ആണ്? നമ്മൾ ന്യൂ എനർജി ആൻഡ് ന്യൂ ടെക്നോളജി എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ നമ്മളുടെ പാർട്ണർഷിപ്പുകളെ കണക്ട് ചെയ്യാറുണ്ട്. സോ ഇവിടെ ഞാൻ 2 സെക്ടറുകളിലേക്ക് മാത്രം ചുരുക്കുകയാണ്. എന്താണ്? ഡിഫൻസ് പാർട്ണർഷിപ്പും ദെൻ എക്കോണമിക് അല്ല ന്യൂ ടെക്നോളജി പാർട്ണർഷിപ്പും. സോ കൾച്ചറലിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളായിട്ട് അടുത്ത് കിടക്കുന്ന ഒരു കൺട്രീസ് ആണെന്ന് നമുക്കറിയാം. ഇന്തോനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളുടെ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വളരെ അടുത്ത് കിടക്കുന്ന ഒരു കൺട്രീസ് ആണ്. പൊളിറ്റിക്കലിയും നമ്മൾ നല്ല ബന്ധം സൃഷ്ടിക്കുന്ന, ഇപ്പൊ നോൺ അലൈൻമെന്റ് ട്രീറ്റ് തുടങ്ങിയാണെങ്കിലും 1947 തുടങ്ങിയാണെങ്കിലും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന കൺട്രികളിൽ ഒന്നാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഏരിയയിൽ നമുക്കൊരു പ്രധാന വെല്ലുവിളിയുണ്ട്, ചൈനയുടെ ഡൊമിനേറ്റിംഗ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ചൈന ബായ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചില പ്രശ്നങ്ങൾ നമ്മൾക്ക് ഇപ്പോഴും ചൈനയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയെ അവരുടെ എയർപോർട്ടിൽ തടഞ്ഞു വെച്ചിട്ട് നിങ്ങൾ എന്താണ് ചൈനീസ് പാസ്പോർട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി വിട്ടൊരു കേസൊക്കെ ഉണ്ട്. സോ അങ്ങനെയുള്ള ഡിഫറെന്റ് കേസുകൾ ഇവിടെ നടക്കുന്നുണ്ട്. സോ ചൈന നമ്മുടെ ഇവിടെ ഒരു വലിയൊരു പ്രോബ്ലമാറ്റിക് പാർട്ണർ ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ദെൻ ഡിഫൻസ് പാർട്ണർഷിപ്പിൽ ഇന്ത്യക്കും ഇന്തോനേഷ്യക്കും ഇടയിൽ എന്താണ്? മാരിടൈം സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ഈ അവസരത്തില് നമ്മളുടെ ഈ ബ്രഹ്മോസ് ഡീല്, സോ ബ്രഹ്മോസ് നമ്മൾ ഉണ്ടാക്കുന്നു, അവ എന്ത് ചെയ്യുന്നു? മറ്റ് കൺട്രീസിന് വിൽക്കുന്നു. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ ഇപ്പോ ഇന്തോനേഷ്യ ചോദിച്ചിട്ടുണ്ട്, ദെൻ ഫിലിപ്പീൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഇന്ത്യ ഫിലിപ്പീൻസ് ഡിസ്കഷനിൽ വന്നപ്പോൾ നമ്മൾ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിലിപ്പീൻസിന്റെ എന്താണ് ഈ ഒരു ബ്രഹ്മോസ് മിസൈലിന്റെ ഡീൽ. സോ മിക്കവാറും ഇന്തോനേഷ്യയുമായിട്ടുള്ള ഫൈനൽ ഡിസ്കഷനുകളാണ് കറന്റ് ബ്രഹ്മോസ് മിസൈലിന്റെ കാര്യത്തിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്നത് ട്രാൻസ്ഫർ ചെയ്യണം, എന്നത് ഉണ്ടാക്കി നമ്മൾ കൊടുക്കണം എന്നുള്ളതൊക്കെ അടുത്ത ഡിസ്കഷനോട് കൂടിയിട്ട് തീരുമാനമാകും എന്നാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. സോ ഈ മാരിടൈം സെക്യൂരിറ്റി ആൻഡ് ഡിഫൻസ് ടെക്നോളജി ട്രാൻസ്ഫർ ഈസ് ആൻ ഇമ്പോർട്ടന്റ് തിങ് വെൻ വി ഗോ ടു സൗത്ത് ഏഷ്യ. സോ ഗ്ലോബൽ എന്താണ്? ഗ്ലോബൽ സൗത്ത് അല്ല, ഗ്ലോബൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്താണ്? നമ്മളുടെ ഒരു ഹ്യൂജ് മാർക്കറ്റ്, നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന മിസൈലുകൾ, നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ടെക്നോളജികൾ, ഇതെല്ലാം ഷെയർ ചെയ്തുകൊണ്ട് ഇന്ത്യൻ മാരിടൈം സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷ്യൻ റീജിയനുകളെ സെക്യൂരിറ്റൈസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം നമുക്ക് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു വെക്കാനായിട്ട് പറ്റും. ദെൻ ടെക്നോളജി. ഇന്തോനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റയർ എർത്ത് എലമെന്റുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തായിരുന്നു? നിക്കലായിരുന്നു, കൊബാൾട്ട് ആയിരുന്നു, മറന്നുപോയി. സോ റയർ എർത്ത് എലമെന്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രീസുമായിട്ട് നമുക്കുണ്ടാവുന്ന കണക്ഷനുകൾ നമ്മളുടെ ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ്സിന് കൂടിയിട്ട് സാധ്യമാകാനായിട്ടുള്ള കാരണങ്ങളുണ്ട്. സോ ഇങ്ങനെ ഡിഫറെന്റ് ലെവലിലുള്ള കോപ്പറേഷൻസ് ആണ് ഇന്തോനേഷ്യയുമായിട്ട് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മളുടെ ഈ ബ്രഹ്മോസ് മിസൈലിന്റെ യൂട്ടിലൈസേഷൻ, അല്ലെങ്കിൽ ബ്രഹ്മോസ് മിസൈലിന്റെ ബ്രഹ്മോസ് മിസൈലിന്റെ ഈ ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. ദെൻ ഇന്തോനേഷ്യ റിലേഷൻസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കുക. നമ്മൾ മുന്നേയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇന്തോനേഷ്യ റിലേഷൻസ്, മനില റിലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫിലിപ്പീൻസ് റിലേഷൻസ്,
പിന്നെ മ്യാൻമർ റിലേഷൻസ്, അങ്ങനെ സൗത്ത് ഏഷ്യയുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് മിക്ക സിംഗപ്പൂർ റിലേഷൻസ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ആ കാര്യങ്ങളിലേക്ക് കൂടിയിട്ടൊന്ന് നിങ്ങളുടെ എന്താണ് റിവിഷൻ കൊണ്ടുപോവുക. ഓക്കെ.